വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീഗ ക്രാഫ്റ്റ് ഐഡിയാസ്. യെസ് ഗൈസ്, ഇന്നത്തെ വീഡിയോയുടെ കോണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനിരിക്കുന്ന ടൈമിൽ, അതായത് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടായിരിക്കും പഠിക്കാനിരിക്കുന്നുണ്ടാവുക. പക്ഷേ പെട്ടെന്ന് മൈൻഡിൽ ബോറിംഗ് ആയിട്ട് തോന്നും. സോ എങ്ങനെ ബോറടിക്കാതെ മണിക്കൂറോളം ഇരുന്ന് പഠിക്കാം എന്നതിന് 3 ടെക്നിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണുക, യൂസ്ഫുൾ ആയിരിക്കും. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. Then let's go. Yes guys, first thing is use a magic word. അതായത് മാജിക് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മാജിക് ചെയ്ത് അങ്ങ് മാറ്റാം എന്നല്ല, ഒരു വേർഡ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഒരു ഗോളിന് വേണ്ടിയിട്ടായിരിക്കും, അതായത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു അംബീഷന് വേണ്ടിയിട്ടാവും, ലൈക്ക് എഞ്ചിനീയർ, ഡോക്ടർ, ടീച്ചർ, ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാവും. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹം, അതായത് നിങ്ങളുടെ ഗോൾ എന്താണോ അത് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഡോക്ടർ 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 എന്ന് ജസ്റ്റ് റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. സോ മൈൻഡിൽ പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഗോൾ എന്താണെന്നുള്ളത് സ്ട്രൈക്കായി മാറും. സോ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോറിങ്ങിന് മാറും. കാരണം സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ പറയും പഠിച്ചാലേ ഈ ഗോൾ നടക്കുള്ളൂ എന്നുള്ളത്. സോ ഇത് ഭയങ്കര യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ദെൻ ഫസ്റ്റ് തിങ് ഈസ് യൂസ് എ മാജിക് വേർഡ്. ട്രൈ ഇറ്റ് ഗൈസ്. The second one is distract killer. Yes guys, ആരെ നമ്മൾ കൊല്ലണം അതല്ലടാ, നമ്മുടെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ അത് ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെ ശല്യപ്പെടുത്തും. അതായത് നമ്മൾ പഠിക്കാനിരിക്കുന്ന ടൈമിൽ എല്ലാവരും ശല്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഫോൺ. അതായത് മെസ്സേജ് വരുന്നു, നമ്മൾ നേരെ നോട്ടിഫിക്കേഷൻ കാണുന്നു, നേരെ പോകുന്നു. സോ അതൊന്നും നമ്മൾ ചെയ്യരുത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് ഫോണൊന്നും നമ്മുടെ പഠിക്കുന്ന സ്ഥലത്ത് വെക്കരുത്. സോ പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് വെക്കരുത്. അതായത് നമ്മൾ മനസ്സിൽ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് എന്തൊക്കെ വരുമെന്നുള്ളത് ഓൾറെഡി നമ്മൾ മനസ്സിൽ കണ്ടുവയ്ക്കുക. അതായത് ഇതൊക്കെ ആയിരിക്കും എനിക്കിങ്ങനെ ശല്യമായിട്ടിരിക്കുക. സോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുതെന്ന് ഓൾറെഡി മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതാണ് ഡിസ്ട്രാക്ട് കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ് സെക്കൻഡ് ടെക്നിക്. ദ തേർഡ് വൺ ഈസ് ഹെൽത്തി ഹാക്സ്. യെസ് ഗൈസ്, ഇത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. അതായത് ഞാൻ പറയുന്നത് ഒരു ഡയറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ബോഡി ഹെൽത്തി ആക്കി ഇരിക്കുക. ലൈക്ക് മിനിമം ഒരു ഡേ, അതായത് 1 ഡേ നമ്മൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം. അതായത് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. മിനിമം 2 ലിറ്റർ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റഡ് അല്ല, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ലൈക്ക് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുക, വെജിറ്റബിൾസ്, അങ്ങനെ നല്ല എന്താ പറയുക, ന്യൂട്രീഷ്യസ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. സോ നമ്മുടെ ബോഡിയും കൂടി നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാനും കൂടി പറ്റത്തുള്ളൂ. സോ ഫുഡൊന്നും കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ബിക്കോസ് എനർജി ഉണ്ടാവത്തില്ല. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ദെൻ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.